ഹായ് ഗൈസ്, അപ്പം നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് യൂട്യൂബ് മോണിറ്റൈസേഷൻ്റെ ഭാഗമായി നമുക്ക് നമ്മളുടെ മോണിറ്റൈസേഷൻ ടാബിൽ നമുക്ക് 3 ഓപ്ഷനാണ് ലഭിക്കുക. 3 സ്റ്റെപ്പ് ലഭിക്കും. ഈ 3 സ്റ്റെപ്പും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് മോണിറ്റൈസേഷൻ ആവുക. ഇത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ സ്റ്റെപ്പിൽ എന്താണ് ചെയ്യേണ്ടതെന്നും രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടാത്തതെന്നും ഒക്കെ നമ്മൾ വിശദമായി ചർച്ച ചെയ്തതാണ്. അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് യൂട്യൂബ് നമ്മളുടെ ചാനലിനെ മൊത്തം നോക്കി കാണുകയാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ആഡ്സെൻസ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, ആഡ്സെൻസ് ഫിക്സിങ് ആഡ്സെൻസ് വന്നു കഴിഞ്ഞാൽ അത് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ ചാനൽ അണ്ടർ റിവ്യൂവിൽ പോയി കഴിഞ്ഞാൽ സാധാരണ നമുക്ക് നോർമലായ സമയം എന്ന് പറയുന്നത് നമുക്കൊരു 6 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെയാണ് നമുക്ക് ഇതിൻ്റെ നോർമലായ ടൈം എടുക്കുക. അപ്പോൾ അതിൽ കൂടുതൽ സമയം വരുന്നുണ്ടെങ്കിൽ നമ്മളുടെ ചാനലിൽ എന്തോ പ്രശ്നമുണ്ട് എന്നാണ് അതിൻ്റെ സൂചന. മാക്സിമം പോയാൽ നമുക്ക് ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ നമുക്കിത് റെഡിയായി കിട്ടുന്നതാണ്. അപ്പോൾ അതിൽ കൂടുതലൊക്കെ സമയം എടുക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ ചാനലിൽ നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ചെയ്തിട്ടുണ്ടാകും എന്നാണ് നമ്മൾ കരുതേണ്ടത്. അപ്പം നമ്മൾ ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് മറ്റുള്ളവരുടെ വീഡിയോ എടുത്തിടാതിരിക്കുക. അതുപോലെ തന്നെ നമ്മളുടെ സ്വന്തം കണ്ടൻറ്റ്, നമ്മളുടെ സ്വന്തം ഫേസ് വെച്ചുകൊണ്ട് തന്നെ വീഡിയോ ചെയ്യാൻ ശ്രമിക്കുക. ഇനി അഥവാ ആരുടെയെങ്കിലും വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതെന്ത് ചെയ്യണമെന്ന് വിചാരിച്ചാൽ അതിന് നമ്മൾ കമൻട്രി പറയേണ്ടതാണ്. അങ്ങനെയൊക്കെ ചെയ്ത് നമ്മളുടെ ഒരു സാന്നിധ്യം ആ വീഡിയോയിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് യൂട്യൂബ് മോണിറ്റൈസേഷൻ എനേബിൾ ആക്കി തരുകയുള്ളൂ. നമ്മൾ ഇപ്പോൾ ഫേസ്ബുക്കിൽ നിന്നോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊക്കെ ഓരോ റീൽസും കാര്യങ്ങളും ഒക്കെ എടുത്ത് അത് ഒരു ലോങ് വീഡിയോ ആയി ഇട്ട് കഴിഞ്ഞാൽ യൂട്യൂബിന് എന്തായാലും ഈ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ അങ്ങനെ മനസ്സിലായി കഴിഞ്ഞാൽ നമ്മളുടെ മോണിറ്റൈസേഷൻ തൽക്കാലം അവർ എന്ത് ചെയ്യും, അവിടെ എനേബിൾ ആക്കി തരുന്നതല്ല. അപ്പം നമ്മൾ അതിന് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാൽ നമ്മൾ സ്വന്തം കണ്ടൻറ്റ് നല്ല ക്വാളിറ്റിയിലും നല്ല ക്ലാരിറ്റിയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്താവും, നമ്മളുടെ ഫേസും നമ്മളുടെ സാന്നിധ്യം ആ വീഡിയോയിൽ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും 3rd സ്റ്റെപ്പ് ഡണ്ണായി കിട്ടും. അപ്പം 3rd സ്റ്റെപ്പ് ഇപ്പോൾ മോണിറ്റൈസേഷന് അപേക്ഷിക്കുന്നവരും ഇനി മോണിറ്റൈസേഷന് അപ്ലൈ ചെയ്യാനിരിക്കുന്നവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആരുടെയെങ്കിലും വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ മൊത്തമായും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ്, ഇനിയിപ്പോൾ അതിന് എത്ര വ്യൂസ് കിട്ടിയ വീഡിയോ ആയാലും ശരി, എത്ര വാച്ച് ടൈം കിട്ടിയ വീഡിയോ ആയാലും ശരി, അപ്പം നമ്മൾ അങ്ങനത്തെ വീഡിയോസ് നമ്മളുടെ ചാനലിൽ ഇല്ല എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ടാണ് നമ്മൾ എന്തിനു വിടേണ്ടത്, നമ്മൾ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാൻ ഒരുങ്ങേണ്ടത്. അപ്പോൾ ഇനി ആരെങ്കിലും അഥവാ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വിചാരിച്ചാൽ നമുക്ക് 1 മാസം പിന്നെ നമ്മളത് വെയിറ്റ് ചെയ്യേണ്ടി വരും. വെയിറ്റ് ചെയ്യേണ്ടത് മാത്രമല്ല, മോണിറ്റൈസേഷൻ റിജക്റ്റ് ആയി പോയി കഴിഞ്ഞാൽ നമ്മൾ 1 മാസം വെയിറ്റ് ചെയ്യേണ്ടി വരും. അതുമാത്രമല്ല, എന്തായാലും നമ്മൾ മറ്റൊരാളുടെ കണ്ടൻറ്റ് എടുത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് എന്തായാലും അതിനിപ്പോൾ എന്തൊക്കെ തന്നെ ആയാലും നമുക്കത് ആ ഒരു വീഡിയോ കൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവും ഉണ്ടാകുന്നതല്ല. അപ്പോൾ പിന്നെ മറ്റുള്ളവരുടെ കണ്ടൻറ്റ് എടുക്കുന്നതിൽ എന്താണ് കാര്യം എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. മറ്റുള്ളവരുടെ കണ്ടൻറ്റ് ഇടുന്നതിന് കുഴപ്പമില്ല, പക്ഷെ അത് ചെറിയ പാർട്ടൊക്കെ എടുത്ത് അതിനൊരു കമാൻഡറി ഒക്കെ നൽകി കഴിഞ്ഞാൽ അത് നമ്മളുടെ ഒരു ക്രിയേറ്റിവിറ്റി നമ്മളുടെ ആ വീഡിയോയിൽ ഉണ്ടായിരിക്കണം. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിൽ നമ്മളുടേതായ എന്തെങ്കിലും ക്രിയേറ്റിവിറ്റി ഉണ്ടായിരിക്കണം. അല്ലാത്ത പക്ഷം യൂട്യൂബ് അത് അംഗീകരിക്കുന്നതല്ല. അതൊക്കെ കോപ്പിറൈറ്റ് അല്ലെങ്കിൽ അതേപോലുള്ള ഇഷ്യൂസുകൾ വന്നുകൊണ്ട്, റീയൂസ്ഡ് കണ്ടൻറ്റ് ഇഷ്യൂസുകൾ വന്നുകൊണ്ട് നമ്മളുടെ മോണിറ്റൈസേഷൻ റിജക്റ്റ് ആയി പോകുന്നതാണ്. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളുടെ യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്.
അപ്പോൾ മുന്നോട്ട് കൊണ്ടുപോയി അവസാനം ഈ ക്രൈറ്റീരിയ ഒക്കെ കംപ്ലീറ്റ് ആയി എന്നിട്ട് നമുക്ക് ഈ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്ത് അത് റിജക്റ്റ് ആകുന്ന സമയത്തുള്ള സങ്കടം ചെറുതല്ല. അപ്പോൾ എൻ്റെ അനുഭവത്തിൽ ഇങ്ങനെ 1-2 കാര്യങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് ഞാൻ ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ എല്ലാവരും എന്താണെന്ന് വെച്ചാൽ മോണിറ്റൈസേഷന് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മളുടെ ചാനൽ നമ്മൾ തന്നെ ഒന്ന് ഫുള്ളായിട്ട് ചെക്ക് ചെയ്ത് മറ്റുള്ളവരുടെ വീഡിയോസോ മറ്റുള്ളവർ ഉപയോഗിക്കുന്ന ടാഗുകളോ കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ തമ്പനെയിലോ മറ്റുള്ളവരുടെ ഫോട്ടോയോ വെച്ചിട്ടുള്ള തമ്പനെയിലോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ക്ലിയർ ചെയ്തതിന് ശേഷമായിരിക്കണം നമ്മൾ മോണിറ്റൈസേഷന് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തർക്കും അറിയാം, നിങ്ങളുടെ ചാനലിൽ നിങ്ങൾ ആരുടെയെങ്കിലും വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്കേ അറിയുള്ളൂ, മറ്റുള്ളവർക്ക് അതറിയില്ല. അപ്പോൾ നിങ്ങൾ തന്നെ അത് എല്ലാം ക്ലിയർ ചെയ്ത് അതേപോലെ നല്ല ചാനലിൽ നല്ലൊരു ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അതേപോലെ തന്നെ ചാനൽ എന്തിനെ കുറിച്ചുള്ളതാണ് എന്നുള്ളതൊക്കെ വിശദമായിട്ട് കൊടുക്കുക. അപ്പോൾ യൂട്യൂബ് നോക്കുന്ന സമയത്ത് തന്നെ അവർക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാകും. അപ്പോൾ തേർഡ് സ്റ്റെപ്പ് നമുക്ക് എളുപ്പത്തിൽ ഡണ്ണായി കിട്ടണമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം. അതല്ല ഇനിയിപ്പോൾ തേർഡ് സ്റ്റെപ്പ് നമുക്ക് 1-2 ദിവസം അല്ല ഒരു ദിവസമോ 2 ദിവസമോ വൈകി എന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മളത് എങ്ങനെയായാലും നമുക്കൊരു 48 മണിക്കൂറിനുള്ളിൽ നമുക്ക് മോണിറ്റൈസേഷനെ അപേക്ഷിച്ച് കഴിഞ്ഞാൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഡണ്ണാകേണ്ടതാണ്. അതിൽ കൂടുതൽ സമയം വരുന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, നമ്മളുടെ ചാനലിൽ എന്തോ ഒരു കുഴപ്പമുണ്ട് എന്നുള്ളത് കരുതുക. അപ്പോൾ നമ്മൾ കുഴപ്പമൊന്നും ഇല്ലാതിരിക്കട്ടെ. ഇനി എല്ലാവരും കഷ്ടപ്പെടുന്നത് എന്തിനാണ്? നമ്മൾ വീഡിയോസ് ഇടുന്നതൊക്കെ നമുക്കൊരു വരുമാനം മാർഗം ഉണ്ടാകണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. അപ്പോൾ നമ്മൾ സ്വന്തം കണ്ടൻറ്റ് മാത്രം ഉപയോഗിക്കുക. മറ്റുള്ളവരുടെ കണ്ടൻറ്റ് ഉപയോഗിക്കുമ്പോൾ അവരുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ കൂടി യൂട്യൂബ് എന്ത് ചെയ്യും, റീയൂസ്ഡ് കണ്ടൻറ്റ് അടിച്ചു തരും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മളുടെ തേർഡ് സ്റ്റെപ്പ് എന്താവും, റിജക്റ്റ് ആയിപ്പോവും, മോണിറ്റൈസേഷൻ റിജക്റ്റ് ആയിപ്പോവും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. പരമാവധി സ്വന്തം വീഡിയോ ഇടാൻ ശ്രമിക്കുക. സ്വന്തം ഫേസ് കാണിച്ചുകൊണ്ട്, ഫേസ് കാണിക്കാൻ മടിയുള്ളവർ എന്ത് ചെയ്യരുത്, തൽക്കാലം യൂട്യൂബിൽ വരരുത് എന്നൊരു അഭ്യർത്ഥനയാണുള്ളത്. ഫേസ് കാണിച്ചുകൊണ്ട് നമ്മളുടെ ക്രിയേറ്റിവിറ്റി കാണിച്ചുകൊണ്ട് വീഡിയോ ഇട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ലഭിക്കും. അതേപോലെ ക്രൈറ്റീരിയ ഒക്കെ കംപ്ലീറ്റ് ആയി എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം എന്ത് ചെയ്യേണ്ടത്, മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടത്. അപ്പോൾ മോണിറ്റൈസേഷൻ യൂട്യൂബ് എനേബിൾ ആക്കി തരണമെങ്കിൽ നമ്മളുടെ ഭാഗം ക്ലിയർ ആയിരിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എല്ലാവർക്കും ജയ് ഹിന്ദ്.